ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റിരുമ്പോഴേ ആദ്യം കാണുന്നത് ഈ ഉദയസൂര്യനെ ആട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, മഞ്ഞിൽ കുളിച്ച് നിൽക്കുക കേട്ടോ. മഞ്ഞൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും മഞ്ഞുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെയിലൊക്കെ വരും കേട്ടോ. ഒരാഴ്ചയൊക്കെ മുമ്പ് ഇവിടെ സൂര്യനെ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു. സൂര്യൻ എന്താ വരാത്തേ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും രാവിലെ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു തണുപ്പത്ത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കാനായിട്ടോ ഷിവിച്ചാന് തോന്നിയത്. അപ്പോൾ എന്നോട് പറഞ്ഞു കട്ടൻ കാപ്പി ഇടാൻ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാപ്പിപ്പൊടി തീർന്നു പോയിട്ടോ. അപ്പോൾ നെസ്കഫി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലത്തേന് കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് പൊടിയും ചെറിയ അളവിൽ പഞ്ചസാരയും കൂടെ ഇട്ട് ചൂടുവെള്ളം കൂടെ തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പി. നിറച്ച് എടുക്കില്ല കേട്ടോ, ഞാൻ കുറച്ചേ കുടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഷിവിച്ചാന് കൂടുതൽ പാൽ ചായ കഴിഞ്ഞും കട്ടൻ കാപ്പിയും കട്ടൻ ചായയുമാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും രാവിലെ ഇത് കുടിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരിക്കാം, പിന്നെ മക്കളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി അവരെ വിളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവരും ബിസിയാണ്, നമ്മളും ബിസിയാണ്. പിന്നെ വൈകുന്നേരം ആകൂട്ടോ നമ്മൾ ഫ്രീ ആകാനായിട്ട്. അപ്പോൾ ഇപ്പം രാവിലെ ഇങ്ങനെ ഇരുന്നൊക്കെ കാപ്പി കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ടൈം 10:30 ആക്കിയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ റെഡിയാകണം. ഇനി ഇവിടെ സമ്മർ ആകുമ്പോഴത്തേക്കും ടൈം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച ദോശമാവിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ല തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചാട്ടോ അരച്ച് വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് രാവിലെ എഴുന്നേറ്റ് വരുന്നതേ ഈ ഒരു സംഭവം എന്തായി എന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയോടെ ആട്ടോ വരുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ എനിക്ക് ഓൾറെഡി സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ ചെറിയൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കാര്യം റെഡിയാകും. പിന്നെ ഉച്ചക്കത്തേക്ക് സാവധാനത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. നമുക്ക് ഇവിടെ ഹെൽപ്പിന് ഒരു ദീദിയുണ്ട്. അപ്പം അവൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളും, ചോറൊക്കെ വെച്ചോളും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. ഇച്ചാന് ഇഡ്ഡലിയെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടം ദോശ കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. ദോശ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അപ്പോൾ അത്യാവശ്യം. പിന്നെ ഇത് കുറച്ച് നേരം കൂടെ ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഉണ്ടാക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ബാക്കിയുള്ളതും കൂടെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തണുപ്പ് കാലത്ത് ഇങ്ങനെയാട്ടോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ. എന്നാലും മിക്കവാറും ഞാൻ ഇതേ രീതിയിലേക്കാണ് ട്രൈ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മുടെ സ്കൂളിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഡ്രൈവർമാർ വന്നു. പിന്നെ ഇപ്പോൾ കണ്ടോ, ഇത്രയും സമയം 8 മണി 8:30 ആയിട്ടോ, എന്നിട്ട് നല്ല മഞ്ഞും തണുപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് പാലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാലൊക്കെ ഞാൻ കാച്ചാനായിട്ട് വെച്ചു, ചായ ഉണ്ടാക്കാൻ വെച്ചു, കൂട്ടത്തിൽ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ. ഓൾറെഡി നമുക്ക് സാമ്പാർ ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പോൾ തേങ്ങാ ചമ്മന്തി, ചുമന്ന കളറുള്ള തേങ്ങ